ബോസിലെ പൊട്ടിക്കരയുവാണ് കേട്ടോ അക്ബർ. ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു പാവ കളക്ട് ചെയ്യാനുള്ള ഒരു ടാസ്ക്. അപ്പോൾ ഒരുപാട് പാവകൾ ആരാണോ കളക്ട് ചെയ്യുന്നത് അവർക്കായിരിക്കും പോയിന്റ് ലഭിക്കുക. ഈ കളക്ട് ചെയ്ത പാവകൾ ഇവർ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. പക്ഷേ അക്ബറിന്റെ പാവ ആരോ കട്ടെടുത്തിരിക്കുന്നു. ഇതാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്നുണ്ട് ആരാണ് പാവ എടുത്തതെന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നു ആ റൂമിൽ ആദില ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആദിലയോടും നൂറയോടും ചോദിക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. സാധാരണ എന്ത് കളവ് പോയാലും ആദ്യം നെവിനെയാണല്ലോ പൊക്കുന്നത്. അപ്പോൾ നെവിൻ അതിലിരുന്ന് പറയുന്നുണ്ട് ഞാൻ എടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഗെയിം ആയാൽ മാന്യമായിട്ട് കളിക്കണം എന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കർമ്മ എന്നുള്ളൊരു സാധനമാണ് കേട്ടോ തോന്നിയത്. ഇന്നലെ ബോൾസ് കളക്ട് ചെയ്യുന്ന പരക്കം തളിക ടാസ്കിൽ ഷാനവാസ് റീമാച്ച് കൊടുത്തപ്പോൾ അനീഷ് ഭയങ്കര വിഷമത്തിൽ, കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ആ ബോൾസുകൾ കളക്ട് ചെയ്തത്. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എല്ലാ ചെറുപ്പക്കാരുടെ കൂടെയും മൽപ്പിടുത്തം പിടിച്ചിട്ടാണ് ഇത്രയധികം ബോൾസ് കിട്ടിയത്. അപ്പോൾ ആ ഒരു മാച്ച് റീമാച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്ക് നല്ല വിഷമമായി. പറഞ്ഞതിന് ശേഷം അനീഷ് ആ ബോൾസ് കളക്ട് ചെയ്യുന്ന ആ ട്രേയുടെ അടുത്ത് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പോയിന്റ്സ് എഴുതി ആ ഒരു ബോർഡിനടുത്തൊക്കെ പോയി നിന്നപ്പോൾ ഈ അക്ബർ പറഞ്ഞ കാര്യമാണ്, എന്താ എല്ലാവരെയും വിളിച്ച് കാണിക്കണം, എന്തൊരു ഡ്രാമ, ഇതൊരു ഗെയിമല്ലേ, ഗെയിമിൻ്റെ സ്പിരിറ്റിൽ എടുത്തിട്ട് എന്തൊരു ഡ്രാമയായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് കാണിക്കുമായിരുന്നു അനീഷിനെ. കാരണം അനീഷിന് ആയാലും മറ്റുള്ളവർക്കായാലും ബുദ്ധിമുട്ടി നേടുന്ന പോയിൻസിൻ്റെ വാല്യൂ എന്താണെന്ന് അക്ബറിന് ഇന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഇന്ന് മനസ്സിലായത് കൊണ്ടാണല്ലോ ഇതുപോലെ ഇരുന്ന് പൊട്ടിക്കരയേണ്ട ഒരു അവസ്ഥ വന്നത്. ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ എടുത്തിരുന്നെങ്കിൽ അക്ബർ ഇങ്ങനെ ഇരുന്ന് കരയില്ലായിരുന്നല്ലോ. അപ്പോൾ അക്ബറിന് ഇന്ന് മനസ്സിലായി കാണും അനീഷ് എന്തുകൊണ്ടാണ് ഇന്നലെ വിഷമിച്ചത്. ആര് ചെയ്തതായാലും ഇത് നന്നായിട്ടേ ഉള്ളൂ കേട്ടോ. അക്ബറിന് അത് മനസ്സിലാവണം.